എന്റെ അടുത്ത് വരരുത്. കൊല്ലിക്കാൻ എന്റെ അച്ഛനുണ്ട്. മക്കളെ പേടിക്കണ്ട, അച്ഛനുണ്ട്. അടുത്ത് വരരുത്. ചേച്ചി മോളെ പിടിക്ക്. നടന്നത് എന്തൊക്കെയാണെന്ന് സുഗുണൻ ഓർമ്മയുണ്ടല്ലോ. സ്വബോധമില്ലാത്ത മനസ്സുമായി കാര്യകാരണ ബന്ധമില്ലാതെ പുലമ്പിക്കൊണ്ട് 3-4 ദിവസം സുഗുണൻ ഇവിടെ കഴിഞ്ഞു. 2 പേരുകളായിരുന്നു ആ സമയത്ത് താൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്, അഞ്ജന എന്നും ബിന്ദു എന്നും. അതിനർത്ഥം മനസ്സിൽ നിന്ന് ഭാര്യയെ പടിയിറക്കാൻ സുഗുണനായിട്ടില്ല എന്നല്ലേ? തന്റെ പ്രശ്നം എന്തായിരുന്നറിയാമോ? സൂപ്പർ ഈഗോ. ഭാര്യയേക്കാൾ ഏതർത്ഥത്തിലും മികച്ചവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത. സുഗുണനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടുജോലി എടുക്കാനും അടക്കി ഭരിക്കാനുമുള്ള ഒരടിമ മാത്രമായിരുന്നു. ശരിയല്ലേ? ഭാര്യമാരങ്ങനെ കഴിയേണ്ടവരല്ല സുഗുണ. കാരണം ലോകത്തിന്നേ വരെ ഒരടിമയും അതിന്റെ ഉടമയെ സ്നേഹിച്ചിട്ടില്ല. ഭാര്യ വീട് വിട്ടു പോയപ്പോ തന്റെ മനസ്സും കൂടെ ഒപ്പം പോയത്. അതുകൊണ്ടാ അന്നേ വരെ ഒരു ടെൻഷനും കൂടാതെ ജീവിച്ചിരുന്ന നിങ്ങളെ ചെറിയ പ്രശ്നങ്ങൾ പോലും അസ്വസ്ഥനാക്കാൻ തുടങ്ങിയത്. മകളൊരു അപകടത്തിൽപ്പെട്ടപ്പോ നിങ്ങളുടെ മനസ്സിന്റെ ബാലൻസാ നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഭാര്യ വിവരം അറിയിക്കാനോ തിരിച്ചു വിളിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. എടോ, ഒരു വീടിന്റെ രക്ഷാവലയോന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാ. അതെന്നില്ലാതാകുന്നോ ആ കുടുംബം അന്ന് നശിച്ചു. മകളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ ഒരു കാര്യം മറന്നു. തന്റെ മകളുടെ പ്രായവും അവളുടെ മനസ്സും. പെൺകുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാൻ അമ്മ തന്നെ വേണം സുഗുണ. ഒരച്ഛൻ എത്ര കണ്ട് വായിക്കാൻ ശ്രമിച്ചാലും അത് തെളിഞ്ഞു കിട്ടില്ല. ഡോക്ടർ, പ്ലീസ്, എനിക്കെന്റെ മകളെ ഒന്ന് കാണണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഇനിയും പഴയ പോലെ മകളുമായി ഒറ്റയ്ക്ക് ജീവിക്കാനാണോ സുഗുണന്റെ തീരുമാനം? ബിന്ദു മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രായപൂർത്തിയാകാത്ത മകളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങൾ ഈ സൊസൈറ്റിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൈമാണെന്നേ ഞാൻ പറയൂ. എന്താ, ശരിയല്ലേ? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത്? വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരുന്നില്ല എന്നതുകൊണ്ടോ? സുഗുണൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് ഭാര്യയുടെ സ്നേഹം മാത്രമല്ല, മരിച്ചുപോയ അയാളുടെ അമ്മയുടെ വാത്സല്യം കൂടിയാണ്. ആ സ്നേഹവും വാത്സല്യവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ലഭിക്കാതെ വന്നപ്പോൾ സുഗുണൻ പ്രതികരിച്ചത് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റം കണ്ടെത്തിക്കൊണ്ടായിരുന്നു. ബിന്ദു, ഭർത്താവ് നൽകുന്ന സ്നേഹം, സംരക്ഷണം, അതാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളം. ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സുകൾ തമ്മിൽ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഒഴിവാക്കാനാകാത്ത ഒരു ടെലിപ്പതിക് റിലേഷൻഷിപ്പ് ഉണ്ട്. സുഗുണൻ കുഴപ്പത്തിലായ സമയത്ത് തന്നെ ബിന്ദുവിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ പിണക്കമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലെ തീയാടോ. ഒരു തീരുമാനമെടുത്തിട്ടേ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല.
പഴയ പോലെ ബിന്ദുവിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാം. സുഗുണന് തിരിച്ചും പോവാം. മകളുടെ കാര്യത്തിൽ കോടതി മുഖേന ഒരു ഫൈനൽ ഡിസിഷനിലെത്തട്ടെ. സിസ്റ്റർ, ആ കുട്ടിയെ കൊണ്ടുവരും. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെയെന്ന്. ആ മോള് വാ. ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ? ഇല്ല. സുഖായിരിക്കുന്നില്ലേ? മിടുക്കി. ദാ മോളുടെ അച്ഛനും ഇനിയുള്ള കാലം ഇവരിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മോളാ. അങ്ങിളിപ്പോ വരാം. എനിക്ക് രണ്ടുപേരെ വേണം. അമ്മയെ വേണം, അച്ഛനെ വേണം. ചായ. ആ സ്വർണത്തിന്റെ വിലയൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നിന്റെ അമ്മയോട് ചെന്ന് പറയായിരുന്നു. അതിനച്ഛൻ ഇപ്പൊ സ്വർണം വാങ്ങാൻ പോകുന്നുണ്ടോ? വാങ്ങിയിട്ട് വേണോടി വില അറിയാൻ. അത് നിന്റെ അമ്മയ്ക്കൊരു സമാധാനമാവുമെങ്കിൽ ആയിക്കോട്ടെ. ബിന്ദു, സ്വർണത്തിന്റെ വിലയില് ഒരാഴ്ചയായിട്ട് ഒരു മാറ്റവും ഇല്ലട്ടോ. നീയായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനായിട്ടൊന്നും അറിഞ്ഞു വാങ്ങി തന്നിട്ടുമില്ല. ഇനി പറയേ, നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. പൊന്നും പണ്ടും ഒന്നും. എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി.